കൂടാതെ അവർ മടങ്ങിയെന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. ഇറാഖിൽ അവരെടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ പറ്റി ഞാൻ പരിഹസിച്ചു. അതുപോലെ തന്നെ ചെറിയ രാജ്യങ്ങളെയെല്ലാം തന്നെ ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ഇറാഖിലെ പോലെ എല്ലായിടത്തും നടക്കില്ല എന്നൊക്കെയുള്ള നിലയിൽ ഞാൻ സംസാരിച്ചപ്പോൾ അവർക്ക് പിടിച്ചില്ല, അവരങ്ങ് പോയി. കൊക്കക്കോളയ്ക്കെതിരായ സമരം പ്രാദേശിക വിഷയമായി കണ്ടാൽ മതിയെന്ന് ഒരു CPM നേതാവിനും പറയാൻ കഴിയില്ല. പിണറായി വിജയൻ അങ്ങനെ പറഞ്ഞുവെന്ന് താൻ കരുതുന്നില്ലെന്നും വി എസ് പറഞ്ഞു. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ അംഗീകരിച്ചതും അതിനുശേഷവും ഇന്ത്യ ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് തെറ്റാണെന്നുള്ള നിലയിലുള്ള അഭിപ്രായം സംസ്ഥാനത്താകെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അവർക്കൊന്നും അങ്ങനെ പറയാൻ കഴിയില്ല, പറഞ്ഞതായിട്ട് ഞാൻ കരുതുന്നുമില്ല. വിക്കിലീക്സ് വെളിപ്പെടുത്തലുകളെ കാര്യമായി എടുക്കേണ്ടതില്ലെന്നും കേന്ദ്ര സർക്കാരിന്റെ ചില നയങ്ങളെ സഹായിക്കാൻ വേണ്ടി കേരളത്തിലും ഇങ്ങനെയൊക്കെയാണെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുകയാണെന്നും വി എസ് അച്യുതാനന്ദൻ പറഞ്ഞു. അമേരിക്കൻ നയതന്ത്ര ഉദ്യോഗസ്ഥരെ പിണറായി വിജയനും MA ബേബിയും താനും കണ്ടിട്ടുണ്ടെന്ന് തോമസ് ഐസക്കും സ്ഥിരീകരിച്ചു. പാർട്ടി നയങ്ങളിൽ നിന്നുകൊണ്ടുള്ള ചർച്ച മാത്രമാണ് അമേരിക്കൻ ഉദ്യോഗസ്ഥരുമായി നടത്തിയതെന്നും ഐസക് വിശദീകരിച്ചു. പലരുടെയും തെറ്റിദ്ധാരണ CPIM എല്ലാ വിധത്തിലുള്ള വിദേശ മൂലധന നിക്ഷേപത്തെയും എതിർക്കുന്നു എന്നുള്ളതാണ്. അതല്ല CPMന്റെ നയം. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.